ഖത്തറിനോടുള്ള സമീപനത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസിനോട് എന്ത് സമീപനം വേണമെങ്കിലും സ്വീകരിച്ചോളൂ, എന്നാൽ ഖത്തർ ഞങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയാണെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. ന്യൂജേഴ്സിയിലെ മോറിസ് ടൗൺ വിമാനത്താവളത്തിൽ ഖത്തർ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ എന്ന് ഒരു റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയായാണ് ട്രംപ് ഇക്കാര്യം സൂചിപ്പിച്ചത്. അവർ വളരെ ശ്രദ്ധാലുവായിരിക്കണം എന്നതാണ് എൻ്റെ സന്ദേശം. ഹമാസിനെതിരെ അവർ എന്തെങ്കിലും ചെയ്യണം, പക്ഷേ ഖത്തർ അമേരിക്കയുടെ വലിയ സഖ്യകക്ഷിയാണ്, ട്രംപ് മറുപടി നൽകി. വെള്ളിയാഴ്ച ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഥാനിയുമൊത്തുള്ള അത്താഴ വിരുന്നിനു ശേഷം അദ്ദേഹത്തെ പുകഴ്ത്തി ട്രംപ് പ്രതികരിച്ചിരുന്നു. അത്ഭുതകരമായ വ്യക്തിയാണ് അദ്ദേഹം എന്നായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഥാനിയെ ട്രംപ് വിശേഷിപ്പിച്ചത്. ആളുകൾ ഖത്തറിനെ കുറിച്ച് വളരെ മോശമായി സംസാരിക്കുന്നത് ഒഴിവാക്കാൻ മികച്ച പബ്ലിക് റിലേഷൻ സംവിധാനം ഖത്തർ ഉണ്ടാക്കണമെന്നൊരു നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. അതിനിടെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ദോഹയിൽ നടക്കും. ഇന്നലെ രാവിലെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഥാനിയുടെ അധ്യക്ഷതയിലാണ് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ആരംഭിച്ചത്. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ നേതാക്കളും 22 അംഗ അറബ് ലീഗിലെ നേതാക്കളുമാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതികരണമായി നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് അടക്കം ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കുമെന്ന് സൂചനയുമുണ്ട്. വ്യാപാര നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഇസ്രായേലിനെതിരെ സമ്മർദ്ദം ചെലുത്താൻ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നേക്കാം. ഫലസ്തീനിൽ തുടങ്ങി ഖത്തറിൽ വരെ എത്തി നിൽക്കുന്ന അറബ് ലോകത്തിനെതിരായ ഇസ്രായേൽ ആക്രമണ പരമ്പരയുടെ പശ്ചാത്തലത്തിലാണ് ദോഹയിലെ അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടക്കുന്നത്. അതിനാൽ ഇസ്രായേലിനെതിരെ അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു. ഇസ്രായേലിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ നേരത്തെ അറിയിച്ചിരുന്നു. ആക്രമണത്തിന് ശേഷം UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, കുവൈത്ത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അസ്സബാഹ് അടക്കം വിവിധ രാജ്യങ്ങളുടെ തലവന്മാർ ഖത്തറിൽ നേരിട്ടെത്തി ഐക്യദാർഢ്യം അറിയിച്ചിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ഥാനി അമേരിക്കയിലെത്തി US വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനും ഖത്തറിലെ നിലപാടുകൾ വിശദീകരിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനമെന്നാണ് സൂചന. ഖത്തർ പ്രധാനമന്ത്രിക്ക് ട്രംപിന്റെ അത്താഴ വിരുന്നുമുണ്ടായിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെയുള്ള ആക്രമണത്തിനെതിരെ ആഗോളതലത്തിൽ പിന്തുണ ആർജിക്കുന്നതിന് ഖത്തറിന്റെ നയതന്ത്ര ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ആക്രമണത്തിനു പിന്നാലെ ആഗോളതലത്തിൽ ഖത്തറിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. UN രക്ഷാസമിതിയിൽ ഖത്തറിനെ പിന്തുണച്ച് US അടക്കം 15 അംഗരാജ്യങ്ങളും ഒന്നിച്ചു പ്രസ്താവന ഇറക്കിയിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു പ്രസ്താവന.